കേരളം സൃഷ്ടിക്കാൻ പോകുന്ന അഭിമാനകരമായ ഒരു ആഗോള മാതൃകയാണ് വയനാട് ടൗൺഷിപ്പ്. അതിനെതിരെ ആരോപണങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായി. ദുരന്തത്തിൽ മരിച്ച ഓരോ ആളെ മറവ് ചെയ്തപ്പോഴും സർക്കാർ 3,00,000 രൂപ വീതം എഴുതിയെടുത്തു. ദുരന്ത സ്ഥലത്ത് പൂപ്പൽ ബാധിച്ച ബ്രെഡ് വിതരണം ചെയ്തു. പിരിച്ച പണം മുഴുവൻ ദുരന്തബാധിതർക്കായി ചെലവിടുന്നില്ല. ടൗൺഷിപ്പിൽ പണിയാൻ പോകുന്ന വീടുകൾക്ക് തറയില്ല. ഇത്തരം ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിഞ്ഞു. ടൗൺഷിപ്പിലെ ഒരു വീട്ടിൽ വിള്ളൽ എന്ന ഏറ്റവും ഒടുവിൽ ഉയർന്ന ആരോപണവും വ്യാജം ആണ് എന്ന് നേരിട്ടിറങ്ങി തെളിയിച്ച് അതിൻ്റെ പേരിൽ പ്രതിപക്ഷത്തിൻ്റെ അധാർമികമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മന്ത്രി രാജൻ ഇന്ന് വികാരഭരിതമായ വാർത്താസമ്മേളനം നടത്തിയത്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിൽ കേരളം ആഗോള മാതൃക തീർക്കുകയാണ് എന്ന് ചൂരൽമല ടൗൺഷിപ്പ് വഴി, ഒപ്പം വ്യാജ ആരോപണങ്ങൾ ഉയർത്തുന്നതിലും കേരളത്തിലെ ചിലർ ഒരു ആഗോള മാതൃക തീർക്കുകയാണ്.